ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്കോടയാണ്. വളരെ ഈസി ആയിട്ടുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം. മൈദ, ഇത് ഇഡ്ഡലി ദോശ മാവാണ്. ഇത് കുറച്ച് വെള്ളം ചേർക്കാത്ത കട്ടിയായിട്ടുള്ള മാവാണ്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യുന്ന മാവാണ്. അതിൽ അത്രയല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. അതിന് അത്രയുള്ള മാവാണ്. പിന്നെ ഇത് ബജ്ജി ബോണ്ട മിക്സ് ആണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബജ്ജി ബോണ്ട മിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ കടലമാവും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പാണ് നിങ്ങൾ മൈദ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/2 കപ്പ് ഇഡ്ഡലി ദോശ മാവ് വേണം. പിന്നെ 1/4 കപ്പ് ബജ്ജി ബോണ്ട മിക്സ് അല്ലെങ്കിൽ കടലമാവ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, കരിവേപ്പില പ്ലസ് നിങ്ങൾക്ക് മല്ലിയിലയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കരിവേപ്പില മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ സവാളയാണ്. സവാള ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇത് കായമാണ്. പിന്നെ സാദാ ജീരകം, ഉപ്പ്, പിന്നെ ഇത് സോഡാപ്പൊടിയാണ്. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബൗളിലോട്ട് നമ്മുടെ മൈദ, അതിനുശേഷം ബജ്ജി ബോണ്ട മിക്സ് അല്ലെങ്കിൽ കടലമാവ്, പിന്നെ സവാള നന്നായിട്ട് പൊടിപൊടിയായി അരിഞ്ഞത്, പച്ചമുളകും കരിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സാദാ ജീരകം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിടാം. സോഡാപ്പൊടി ഒരു പിഞ്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കായം ഞാനൊരു ചെറിയ ടീസ്പൂണിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ടിട്ടുള്ളൂ, ഒരു ചെറിയൊരു പിഞ്ചും കൂടെ. ബജ്ജി ബോണ്ട മിക്സ് ആണെങ്കിൽ അതിൽ കുറച്ച് കായം ഉണ്ടാവും. നിങ്ങൾ കടലമാവാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കായം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ കായം, ഇതിനെക്കാട്ടിലും ഒരു 1/2 ടീസ്പൂൺ എങ്കിലും നിങ്ങൾ കായം ഇടുക. ഞാനിപ്പോൾ ആ മിക്സിലുള്ളതുകൊണ്ട് ഇട്ടില്ല. പിന്നെ ഉപ്പ്, പിന്നെ ഇഡ്ഡലി ദോശ മാവ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഇതിനെ കുഴച്ചെടുക്കാം. ഞാനിത് വളരെ കട്ടിയായിട്ടുള്ളൊരു മിക്സായിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അധികം വെള്ളം ഒഴിക്കരുത്. ഇത് നോക്കൂ, ഇത് വളരെ കഷ്ടമായിട്ട് ഡ്രോപ്പ് ആവുന്ന ബാറ്ററായിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. സോ അത്ര വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. വളരെ കമ്മിയായിട്ട് വെള്ളം ഒഴിക്കണം. കാരണം ഇതിന്ന് സവാള നമ്മൾ ഇട്ടതിന്നും വെള്ളം ഇറങ്ങും. പിന്നെ മല്ലിയില ഇട്ട് വെച്ചാലും അതിന്നും വെള്ളം ഇറങ്ങും. സോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനൊരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഞാൻ ഒരു ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഇതിനെ ബാറ്ററിനെ ഞാൻ ഇങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. വളരെ കുറച്ചിങ്ങനെ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ബാറ്റർ ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് നല്ല റൗണ്ടായിട്ട് ചെറിയ ബോൾസായിട്ട് നമുക്ക് കിട്ടും. സോ മാക്സിമം നമ്മളിതിലോട്ട് എണ്ണയിലോട്ട് ഇടുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ വേഗം ആവും, കാരണം അത് ചെറിയ ബോൾസ് ആയതുകൊണ്ട് വേഗം ആവുന്നതാണ്. ഇതൊരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ തിരിച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളറിൽ ആയിരിക്കാണ്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കോടയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ അടുക്കള. ഹാവ് എ നൈസ് ഡേ. ബൈ.